എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആഴമുള്ള ആഗ്രഹങ്ങൾ, നിങ്ങൾ ആരോടും തുറന്നു പറഞ്ഞിട്ടില്ലാത്ത പ്രാർത്ഥനകൾ, രാത്രികളിൽ കണ്ണീർ ചൊരിഞ്ഞുകൊണ്ട് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ, ഇതെല്ലാം എന്റെ മുമ്പിൽ തുറന്ന പുസ്തകമാണ്. നിങ്ങൾ ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ ഉപവാസം എടുക്കുക. ഇത് വെറും ഭക്ഷണം ഒഴിവാക്കുന്ന ഒരു ശീലമല്ല, ഇത് നിങ്ങളുടെ ആത്മാവിനെ എന്നിലേക്ക് തിരിക്കുന്ന ഒരു യാത്രയാണ്. മക്കളെ, നിങ്ങൾ പല വഴികളിലൂടെ നടന്നിരിക്കുന്നു. ചില വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ അടഞ്ഞു. ചില വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടാതെ പോയി. നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ദിവസങ്ങൾ നിരാശയായി മാറിയപ്പോൾ നിങ്ങളുടെ ഹൃദയം തളർന്നു. ഇനി എനിക്ക് എന്ത് എന്ന ചോദ്യം നിങ്ങളെ അലട്ടിയിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മറക്കപ്പെട്ടവരല്ല, നിങ്ങൾ അവഗണിക്കപ്പെട്ടവരല്ല, നിങ്ങൾ എന്റെ കൈകളിൽ സുരക്ഷിതരാണ്. നിങ്ങൾ ജോലി അന്വേഷിക്കുമ്പോൾ നിങ്ങൾ വെറും ഒരു വഴിയല്ല അന്വേഷിക്കുന്നത്. നിങ്ങൾ ആത്മമര്യാദയും സ്ഥിരതയും നാളെയിലേക്കുള്ള പ്രതീക്ഷയും അന്വേഷിക്കുകയാണ്. നിങ്ങൾക്ക് ഭക്ഷണം നൽകേണ്ടവരുണ്ട്, ആശ്രയിക്കുന്നവർ ഉണ്ടാകാം, അല്ലെങ്കിൽ സ്വയം നിലകൊള്ളണമെന്നുള്ള തീക്ഷ്ണമായ ആഗ്രഹം ഉണ്ടാകാം. ഈ ഭാരങ്ങൾ എല്ലാം ഞാൻ കാണുന്നവനാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ ഉപവാസം എടുക്കുക, എന്റെ സന്നിധിയിൽ ശാന്തമായി വരിക. മക്കളെ, ഉപവാസം നിങ്ങളുടെ ശരീരത്തെ ക്ഷീണിപ്പിക്കാൻ വേണ്ടിയല്ല, അത് നിങ്ങളുടെ ആത്മാവിനെ ഉണർത്താനാണ്. നിങ്ങൾ ഭക്ഷണം ഒഴിവാക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ ഹൃദയം എന്നിലേക്ക് തിരിയട്ടെ. പിതാവേ, എന്റെ വഴി നീ കാണിക്കണമേ എന്ന് നിങ്ങൾ നിശബ്ദമായി പറയുമ്പോൾ ഞാൻ അത് കേൾക്കുന്നു. നിങ്ങൾക്ക് വാക്കുകളില്ലെങ്കിൽ പോലും നിങ്ങളുടെ നെടുവീർപ്പുകൾ എന്റെ മുമ്പിൽ പ്രാർത്ഥനയായി മാറുന്നു. നിങ്ങൾ പലതവണ ശ്രമിച്ചു, പലതവണ കാത്തിരുന്നു, എന്നിട്ടും ഫലം കാണാതെ വന്നപ്പോൾ നിങ്ങൾ സ്വയം സംശയിക്കാൻ തുടങ്ങി. എനിക്ക് കഴിവില്ലേ? ഞാൻ മതിയായവനല്ലേ എന്ന ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കടന്നു വന്നിട്ടുണ്ടാകാം. മക്കളെ, ആ ചിന്തകൾ എന്റെ ശബ്ദമല്ല, ഞാൻ നിങ്ങളെ കഴിവോടെ സൃഷ്ടിച്ചവനാണ്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ജോലി മാത്രമല്ല നിങ്ങളുടെ മൂല്യം. നിങ്ങളുടെ മൂല്യം എന്റെ സ്നേഹത്തിലാണ്. ഈ ഉപവാസകാലത്ത് നിങ്ങളുടെ ഹൃദയം ശുദ്ധമാക്കുക. നിരാശയും അസൂയയും ഭയവും എന്നെക്കുറിച്ചുള്ള സംശയങ്ങളും എല്ലാം എന്റെ മുമ്പിൽ വിട്ടുകൊടുക്കൂ. നിങ്ങൾ മറ്റുള്ളവരുടെ വഴികൾ നോക്കി തളരേണ്ട. ഓരോരുത്തർക്കും ഞാൻ ഒരുക്കിയിരിക്കുന്ന സമയം വ്യത്യസ്തമാണ്. ചിലർ വേഗത്തിൽ എത്തും, ചിലർ വൈകും. വൈകുന്നത് നിരസനമല്ല, അത് ഒരുക്കത്തിന്റെ ഭാഗമാണ്. മക്കളെ, നിങ്ങൾ കാത്തിരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ രൂപപ്പെടുത്തുകയാണ്. നിങ്ങളുടെ സഹനം ഞാൻ ശക്തമാക്കുന്നു. നിങ്ങളുടെ വിനയം ഞാൻ ആഴപ്പെടുത്തുന്നു. നിങ്ങൾ ഒരു ദിവസം പ്രവേശിക്കുന്ന ഇടത്ത് നിങ്ങൾ നിലകൊള്ളാൻ വേണ്ട ഉള്ളുറപ്പു ഞാൻ ഇപ്പോൾ നിങ്ങൾക്കുള്ളിൽ പാകുകയാണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന വൈകിപ്പ് നാളെയുടെ സ്ഥിരതയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഈ ഉപവാസം എടുക്കുമ്പോൾ നിങ്ങളുടെ നാവിനെ കാവൽ കാക്കുക. നിരാശയുടെ വാക്കുകൾ നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വരരുത്. എനിക്ക് ഒന്നും നടക്കില്ല എന്ന വാചകം നിങ്ങളുടെ ആത്മാവിനെ ദുർബലമാക്കും. അതിനു പകരം, പിതാവ് എന്റെ വഴി അറിയുന്നു എന്ന് നിങ്ങൾ പറയൂ. നിങ്ങൾ വിശ്വാസത്തോടെ പറയുന്ന ഓരോ വാക്കും നിങ്ങളുടെ ഉള്ളിൽ ശക്തി പകരും. മക്കളെ, ചില ദിവസങ്ങൾ നിങ്ങൾക്ക് ശൂന്യമായതായി തോന്നും. പ്രാർത്ഥിച്ചിട്ടും ഉപവാസം എടുത്തിട്ടും ഒന്നും മാറുന്നില്ലെന്നു തോന്നാം. അത്തരം നിമിഷങ്ങളിൽ ഓർക്കൂ, വിത്ത് മണ്ണിനുള്ളിൽ മറഞ്ഞിരിക്കുമ്പോൾ അതിന്റെ അകത്ത് വലിയ പ്രവർത്തനം നടക്കുന്നു. പുറത്തു നിശബ്ദതയായിരിക്കാം, എന്നാൽ അകത്ത് ജീവൻ ഉണരുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഈ ഉപവാസത്തിൽ എന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ കണ്ണുകൾ തുറക്കും. നിങ്ങൾ ഇതുവരെ കാണാത്ത വഴികൾ നിങ്ങൾ കാണും. നിങ്ങൾ ചിന്തിക്കാത്ത അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കും. എല്ലാം ഒരേ രീതിയിൽ ഉണ്ടാകണമെന്നില്ല, എന്നാൽ നിങ്ങൾക്ക് അനുയോജ്യമായ വഴി ഞാൻ കാണിച്ചു തരും. നിങ്ങൾക്ക് സമാധാനം നൽകുന്ന വഴി. മക്കളെ, നിങ്ങൾ ചെയ്യുന്ന പരിശ്രമം ഞാൻ കാണുന്നവനാണ്. നിങ്ങൾ നേരത്തെ എഴുന്നേറ്റ് നടത്തിയ പ്രാർത്ഥനകൾ, രാത്രികളിൽ പറഞ്ഞ നിശബ്ദ നിലവിളികൾ, ഇതെല്ലാം എന്റെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ക്ഷീണിച്ചിട്ടും കൈവിടാതെ നിന്നത് എനിക്ക് പ്രിയമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, കുറച്ചുകൂടി പിടിച്ചു നിൽക്കൂ. നിങ്ങൾ കരുതുന്നതിലും അടുത്താണ് മാറ്റം. ഈ ഉപവാസകാലത്ത് നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുക. നിങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങളെ കഠിനമാക്കരുത്. നിങ്ങൾ അനുഭവിച്ച വേദന മറ്റൊരാളുടെ വേദന മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ മറ്റൊരാളെ ആശ്വസിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം സ്വയം ആശ്വസിക്കും. അത് എന്റെ നിയമമാണ്. മക്കളെ, നിങ്ങൾക്ക് ജോലി ലഭിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങൾ കാത്തിരിക്കുന്ന സമയത്തും നിങ്ങൾ വിലയേറിയവരാണ്. ഈ ഇടവേള നിങ്ങളുടെ ജീവിതത്തിൽ വെറുതെയല്ല, ഇത് നിങ്ങളെ എന്നോട് കൂടുതൽ അടുപ്പിക്കുന്ന സമയമാണ്. നിങ്ങൾ എന്നിൽ ആശ്രയിക്കാൻ പഠിക്കുന്ന സമയം. നാളെ നിങ്ങൾ ശക്തമായി നിലകൊള്ളാൻ വേണ്ട അടിത്തറ ഇപ്പോൾ പാകപ്പെടുകയാണ്.
ഈ ഉപവാസത്തിൽ നിങ്ങളുടെ കണ്ണീർ ഒഴുകിയാൽ അത് തടയരുത്. കണ്ണീർ ദൗർബല്യമല്ല, അത് ഹൃദയം ശുദ്ധമാകുന്ന വഴിയാണ്. ഞാൻ നിങ്ങളുടെ കണ്ണീർ തുടയ്ക്കുന്നവനാണ്. ഒരു കണ്ണീരും വെറുതെയല്ല, ഓരോ കണ്ണീരും ഒരു വിത്താണ്. അതിൽ നിന്ന് സന്തോഷം മുളച്ചുയരും. മക്കളെ, നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, എന്തുകൊണ്ട് എനിക്ക് ഇത്രയും വൈകുന്നു? ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയുന്നു, നിങ്ങൾ എത്തുന്നിടത്ത് നിങ്ങൾ തകരരുത് എന്നതാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്ന ശക്തി ഞാൻ ആദ്യം നിങ്ങൾക്കുള്ളിൽ പാകുന്നു. അതിനുശേഷമാണ് ഞാൻ നിങ്ങളെ അവിടെ എത്തിക്കുന്നത്. എന്റെ സമയക്രമം വൈകിപ്പോലും തോന്നാം, പക്ഷേ അത് ഒരിക്കലും തെറ്റില്ല. ഈ ഉപവാസം എടുക്കുമ്പോൾ ഓരോ ദിവസവും എന്നോട് ഒരു ചെറിയ നന്ദി പറയൂ. നിങ്ങൾക്ക് എല്ലാം ഇല്ലായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് ജീവൻ ഉണ്ട്, ശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്. നന്ദി പറയുന്ന ഹൃദയം നിരാശയിൽ കുടുങ്ങിക്കിടക്കില്ല, അത് പതിയെ വെളിച്ചത്തിലേക്ക് നീങ്ങും. മക്കളെ, നിങ്ങൾ തേടുന്ന ജോലി നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം അല്ല, അത് നിങ്ങളുടെ യാത്രയിലെ ഒരു ഘട്ടം മാത്രമാണ്. നിങ്ങൾക്ക് അതിലൂടെ ചെയ്യാനുള്ള നല്ല കാര്യങ്ങൾ ഉണ്ട്. നിങ്ങൾ മറ്റുള്ളവർക്കു അനുഗ്രഹമാകേണ്ടവരാണ്. അതിനാലാണ് ഞാൻ നിങ്ങളെ ഒരുക്കുന്നത്. നിങ്ങൾ വെറും സ്വീകരിക്കുന്നവരായി അല്ല, നൽകുന്നവരായി നിലകൊള്ളാൻ. ഈ ഉപവാസത്തിന്റെ അവസാനം നിങ്ങൾക്ക് എല്ലാം ഉടനെ ലഭിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ മാറിയതായി നിങ്ങൾ തിരിച്ചറിയും. നിങ്ങളുടെ ഹൃദയം കൂടുതൽ ശാന്തമായിരിക്കും. നിങ്ങളുടെ വിശ്വാസം കൂടുതൽ ഉറപ്പുള്ളതായിരിക്കും. നിങ്ങൾ ഭയത്തേക്കാൾ പ്രതീക്ഷയെ കൂടുതൽ പിടിച്ചു നിൽക്കും. അതാണ് ഏറ്റവും വലിയ വിജയം. മക്കളെ, ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ ഞാൻ നിങ്ങളെ മറക്കില്ല. നിങ്ങൾ എന്റെ മുമ്പിൽ സത്യസന്ധമായി നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ വഴി തെളിയിക്കും. നിങ്ങൾ ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ ഉപവാസം എടുക്കുക. നിങ്ങളുടെ ഭാരങ്ങൾ എന്റെ കയ്യിൽ ഏൽപ്പിക്കുക. നിങ്ങളുടെ നാളെയെക്കുറിച്ച് ഭയപ്പെടരുത്. ഇപ്പോൾ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്നു. നിങ്ങളുടെ ഹൃദയത്തിന് ഉറപ്പ് നൽകുന്നു. നിങ്ങളുടെ ആത്മാവിന് പുതിയ ശക്തി നൽകുന്നു. നിങ്ങൾ കാത്തിരിക്കുന്ന മറുപടി ശരിയായ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും. അതുവരെ എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ വിശ്വാസത്തോടെ നടക്കൂ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പോകുന്നവനാണ്, പിന്നിൽ താങ്ങുന്നവനാണ്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഇപ്പോഴും നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നിങ്ങൾ ഈ വാക്കുകൾ വീണ്ടും വായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ കാത്തിരിപ്പിന്റെ വേദന ഞാൻ കാണുന്നു. ദിവസങ്ങൾ കടന്നുപോകുന്നു, പ്രതീക്ഷകൾ ചിലപ്പോൾ ഉയരുന്നു, ചിലപ്പോൾ തളരുന്നു. നിങ്ങൾ പുറത്ത് ശാന്തരായി തോന്നിയാലും ഉള്ളിൽ ഒരു ചോദ്യം വീണ്ടും വീണ്ടും ഉയരുന്നു. എന്റെ സമയം എപ്പോഴാണ്? മക്കളെ, ഈ ചോദ്യം എന്നോട് ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. കാരണം നിങ്ങൾ എന്റെ മക്കളാണ്. നിങ്ങളുടെ ഭാവി എനിക്ക് പ്രിയമാണ്. നിങ്ങൾ ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ ഉപവാസം എടുക്കുക. ഇത് ഒരു നിർബന്ധമായി അല്ല, ഒരു വിളിയായി സ്വീകരിക്കുക. നിങ്ങൾ എന്റെ അടുത്തേക്ക് കൂടുതൽ അടുത്തുവരാനുള്ള ഒരു അവസരമായി ഇത് കാണുക. ഈ ഉപവാസത്തിൽ നിങ്ങൾ എന്നോട് പറയേണ്ടത് വലിയ വാക്കുകളല്ല, ഒരു നിശബ്ദ ഹൃദയം മതി. ഒരു തുറന്ന ആത്മാവ് മതി. പിതാവേ, എനിക്ക് വഴി കാണിക്കണമേ എന്നൊരു നെടുവീർപ്പ് മതി. മക്കളെ, നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മൂല്യം നിങ്ങൾക്ക് കിട്ടാത്ത അവസരങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ഒരു വാതിൽ അടഞ്ഞാൽ നിങ്ങൾ സ്വയം ചെറുതാക്കുന്നു. മറ്റുള്ളവരുടെ ജീവിതം നോക്കി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ അളക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അളക്കപ്പെടുന്നത് നിങ്ങളുടെ കാത്തിരിപ്പിനാലല്ല, നിങ്ങളുടെ വിശ്വാസത്താലാണ്. നിങ്ങൾ കാത്തിരിക്കുമ്പോഴും എന്നിൽ ഉറച്ചു നിൽക്കുന്ന ആ മനസ്സാണ് എനിക്ക് പ്രിയം. ഈ ഉപവാസകാലത്ത് നിങ്ങൾ നിങ്ങളുടെ ചിന്തകളോട് സത്യസന്ധരാകണം. ചില ചിന്തകൾ നിങ്ങളെ തളർത്തുന്നുണ്ടാകാം. ഇനി ഒന്നും നടക്കില്ല എന്ന ശബ്ദം ഉള്ളിൽ മുഴങ്ങുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയത്തിൽ പിടിക്കരുത്. അത് ഭയത്തിന്റെ ശബ്ദമാണ്. എന്റെ ശബ്ദം അങ്ങനെയല്ല. എന്റെ ശബ്ദം നിങ്ങളെ ശാന്തരാക്കും, നിങ്ങളെ ഉയർത്തും, നിങ്ങളെ മുന്നോട്ട് നയിക്കും. മക്കളെ, നിങ്ങൾ പലതവണ വാതിലുകൾ തട്ടി. ചിലപ്പോൾ മറുപടി പോലും കിട്ടിയില്ല. അത്തരം നിമിഷങ്ങളിൽ നിങ്ങൾക്ക് തോന്നാം, എന്റെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടുന്നില്ലേ? എന്നാൽ ഓർക്കൂ, മൗനം മറുപടിയില്ലായ്മയല്ല. മൗനം പലപ്പോഴും ഒരു ആഴത്തിലുള്ള പ്രവർത്തനത്തിന്റെ അടയാളമാണ്. നിങ്ങൾ കാണാത്തിടത്ത് ഞാൻ വഴികൾ ഒരുക്കുകയാണ്. ഈ ഉപവാസത്തിൽ നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധമാക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. പഴയ നിരാശകൾ, പഴയ തോൽവികൾ, പഴയ വേദനകൾ, ഇതെല്ലാം നിങ്ങൾ ഇപ്പോഴും ചുമന്നു നടക്കുന്നുണ്ടാകാം. അവയെ എന്റെ മുമ്പിൽ വെച്ചുവെച്ച് പറയൂ, ഇനി ഇതിന്റെ ഭാരം ഞാൻ വഹിക്കില്ല. നിങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ ഞാൻ സ്വീകരിക്കും. നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ നിറയും. മക്കളെ, നിങ്ങൾ കാത്തിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ വെറുതെയല്ല. നിങ്ങൾ ഒരിടത്ത് നിശ്ചലമായി നിൽക്കുന്നില്ല. നിങ്ങൾ ഉള്ളിൽ വളരുകയാണ്. നിങ്ങൾ സഹനം പഠിക്കുന്നു, വിനയം പഠിക്കുന്നു, വിശ്വാസം ആഴപ്പെടുത്തുന്നു.
ഈ ഗുണങ്ങൾ ഇല്ലാതെ നിങ്ങൾ എത്തുന്നിടത്ത് നിങ്ങൾക്ക് നിലകൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വൈകിപ്പിക്കുന്നതുപോലെ തോന്നിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളെ ഒരുക്കുകയാണ്. ഈ ഉപവാസം എടുക്കുമ്പോൾ നിങ്ങളുടെ ദിനങ്ങൾ എന്റെ സാന്നിധ്യത്തോടെ ആരംഭിക്കട്ടെ. നിങ്ങളുടെ ചിന്തകൾ എന്നിലേക്കു തിരിയട്ടെ. നിങ്ങൾ എന്തു ചെയ്യണമെന്ന് അറിയാത്ത നിമിഷങ്ങളിൽ പോലും നിങ്ങൾ ശാന്തമായി പറയൂ, നീ എന്റെ വഴി അറിയുന്നു. ഈ വാക്കുകൾ നിങ്ങളുടെ ആത്മാവിനെ ഉറപ്പുള്ളതാക്കും. കാരണം നിങ്ങൾ എല്ലാം അറിയേണ്ടതില്ല, ഞാൻ അറിയുന്നു എന്നത് മതി. മക്കളെ, നിങ്ങൾക്ക് ചിലപ്പോൾ ലജ്ജ തോന്നാം. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ അവസ്ഥ തുറന്നു പറയാൻ നിങ്ങൾ മടിച്ചേക്കാം. എല്ലാവർക്കും മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പിന്നിലാണോ എന്ന ചിന്ത നിങ്ങളെ അലട്ടിയേക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിന്നിലല്ല, നിങ്ങൾ നിങ്ങളുടെ വഴിയിലാണ്. അത് വ്യത്യസ്തമായിരിക്കാം, പക്ഷേ അത് തെറ്റല്ല. ഈ ഉപവാസകാലത്ത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നന്ദി വളർത്തുക. എല്ലാം ലഭിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ഉള്ളതിനെക്കുറിച്ച് നന്ദി പറയുക. നന്ദി പറയുന്ന ഹൃദയം അടഞ്ഞ വാതിലുകൾക്കപ്പുറം തുറന്ന ആകാശം കാണും. നന്ദി നിങ്ങളെ നിരാശയിൽ നിന്ന് ഉയർത്തും. അത് നിങ്ങളുടെ ആത്മാവിനെ ലഘുവാക്കും. മക്കളെ, നിങ്ങൾ ഒരു ദിവസം ജോലി ലഭിക്കുമ്പോൾ നിങ്ങൾ പിന്നോട്ട് നോക്കി ഈ കാത്തിരിപ്പിനെ ഓർക്കും. അന്ന് നിങ്ങൾ പറയും, അന്നത്തെ വേദന എന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയായിരുന്നു. അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു നിമിഷവും വെറുതെയായിരുന്നില്ലെന്ന്. നിങ്ങളുടെ കണ്ണീരും നിങ്ങളുടെ ഉപവാസവും നിങ്ങളുടെ നിശബ്ദ പ്രാർത്ഥനകളും ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിന്റെ അടിത്തറയായിരുന്നു. ഈ ഉപവാസത്തിൽ നിങ്ങൾ മറ്റുള്ളവരോട് താരതമ്യം ചെയ്യുന്നത് നിർത്തുക. താരതമ്യം സന്തോഷം മോഷ്ടിക്കും. നിങ്ങൾക്ക് ലഭിക്കേണ്ടത് നിങ്ങൾക്ക് ലഭിക്കും. മറ്റുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ അനുഗ്രഹത്തെ കുറയ്ക്കുന്നില്ല. ആകാശത്തിൽ നക്ഷത്രങ്ങൾ പലതുണ്ടെങ്കിലും ഓരോന്നിനും അതിന്റെ സ്ഥാനമുണ്ട്. നിങ്ങൾക്കും അതുപോലെ. മക്കളെ, നിങ്ങൾക്ക് ജോലി ലഭിക്കുമ്പോൾ അത് വെറും നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രമല്ല, അത് നിങ്ങളുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയുമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്, കാത്തിരിപ്പിലും വിശ്വസ്തരാകാൻ. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായവർക്ക് വലിയ കാര്യങ്ങൾ ഞാൻ ഏൽപ്പിക്കും. ഈ ഉപവാസകാലത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രാർത്ഥന സ്ഥിരമായി ഉണ്ടാകട്ടെ. എനിക്ക് അനുയോജ്യമായത് നീ തരയണമേ. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നല്ലതായിരിക്കണമെന്നില്ല, എന്നാൽ ഞാൻ നിങ്ങൾക്കായി തിരഞ്ഞെടുത്തത് നിങ്ങളെ തകർക്കില്ല. അത് നിങ്ങളെ വളർത്തും, നിങ്ങൾക്ക് സമാധാനം നൽകും. മക്കളെ, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം, ഇനി ഞാൻ തളർന്നിരിക്കുന്നു. അത്തരം നിമിഷങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രമിക്കണമെന്നില്ല, നിങ്ങൾ വിശ്രമിക്കാം. വിശ്രമം വിശ്വാസത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ വിശ്രമിക്കുമ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നു. നിങ്ങൾ എല്ലാം നിയന്ത്രിക്കണമെന്നില്ല, നിങ്ങൾ എന്നിൽ ആശ്രയിച്ചാൽ മതി. ഈ ഉപവാസം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം നിങ്ങൾ കാണും. എല്ലാം പുറത്തു മാറിയില്ലെങ്കിലും നിങ്ങൾ ഉള്ളിൽ മാറിയിരിക്കും. നിങ്ങൾ കൂടുതൽ ശാന്തരായിരിക്കും, കൂടുതൽ ഉറപ്പുള്ളവരായിരിക്കും. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ ഉപവാസം എടുക്കുക. എന്നാൽ അതിലുപരി എന്റെ സാന്നിധ്യം സ്വീകരിക്കുക. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഭയപ്പെടരുത്. ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഞാൻ നിങ്ങളെ നയിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിലെ കലഹം ശാന്തമാവട്ടെ. നിങ്ങളുടെ ചിന്തകൾക്ക് വെളിച്ചം ലഭിക്കട്ടെ. നിങ്ങളുടെ കാത്തിരിപ്പിന് അർത്ഥം വെളിപ്പെടട്ടെ. നിങ്ങൾ തേടുന്ന വഴികൾ തുറക്കപ്പെടും. ശരിയായ സമയത്ത്, ശരിയായ രീതിയിൽ. അതുവരെ എന്റെ മക്കളെ, നിങ്ങൾ വിശ്വാസത്തോടെ നടക്കൂ. ഞാൻ നിങ്ങളുടെ കൈ പിടിച്ചിരിക്കുന്നു, ഒരിക്കലും വിട്ടുകളയില്ല എന്നും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഇപ്പോഴും നിങ്ങളോട് സ്നേഹത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ കാത്തിരിപ്പിന്റെ തീ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില ദിവസങ്ങൾ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകും, ചില ദിവസങ്ങൾ നിങ്ങൾ പൂർണ്ണമായി തളർന്നിരിക്കും. ഇനി എത്രനാൾ എന്ന ചോദ്യം നിങ്ങൾ ആരോടും പറയാതെ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം. എന്നാൽ മക്കളെ, ഈ കാത്തിരിപ്പ് നിങ്ങളെ നശിപ്പിക്കാൻ അല്ല, നിങ്ങളെ ഒരുക്കാനാണ്. നിങ്ങൾ ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ ഉപവാസം എടുക്കുമ്പോൾ ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കണം. നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നില്ല, എന്നോട് പരാതി പറയുന്നതുമല്ല, നിങ്ങൾ നിങ്ങളുടെ ഹൃദയം എന്റെ മുമ്പിൽ തുറക്കുകയാണ്. എനിക്ക് വഴി കാണില്ല എന്ന് സമ്മതിക്കുന്നതാണ് ഈ ഉപവാസം. അങ്ങനെ നിങ്ങൾ സമ്മതിക്കുന്ന നിമിഷത്തിലാണ് ഞാൻ നിങ്ങളുടെ കൈപിടിക്കുന്നത്. നിങ്ങൾ എല്ലാം അറിയേണ്ടതില്ല, എല്ലാം ചെയ്യേണ്ടതില്ല, നിങ്ങൾ വിശ്വാസത്തോടെ എന്നിൽ ആശ്രയിക്കണം. മക്കളെ, നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ ഒരു നിശ്ചലതയായി കാണുന്നു. ദിവസങ്ങൾ കടന്നുപോകുന്നു, പക്ഷേ ഒന്നും മാറുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. എന്നാൽ ആ നിശ്ചലതയിൽ പോലും ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു.
വിത്ത് മണ്ണിനുള്ളിൽ കിടക്കുമ്പോൾ പുറത്തു ഒന്നും സംഭവിക്കുന്നില്ലെന്ന് തോന്നും. എന്നാൽ അകത്ത് ജീവൻ പൊട്ടിമുളയ്ക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലും അതുതന്നെയാണ് നടക്കുന്നത്. നിങ്ങൾ കാണാത്തിടത്ത് നിങ്ങളുടെ ഭാവിയുടെ അടിത്തറ പാകപ്പെടുകയാണ്. ഈ ഉപവാസകാലത്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കണം. എല്ലാ ചിന്തകളും ഒരുമിച്ച് ചുമക്കേണ്ട നാളെയെക്കുറിച്ചുള്ള പേടി ഇന്നത്തെ സമാധാനം കോർന്നെടുക്കരുത്. ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ എൻ്റെ കൂടെയുണ്ട് എന്ന സത്യം മതി. നാളെയുടെ ഭാരങ്ങൾ നാളെ തന്നെ ഞാൻ വഹിക്കും. നിങ്ങൾ ഇന്നത്തെ ദിവസം എന്നിൽ ഏൽപ്പിക്കൂ. മക്കളെ, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഞാൻ മറ്റുള്ളവരെ പോലെ മുന്നോട്ട് പോകുന്നില്ല. എന്നാൽ ഓരോ യാത്രയും ഒരേ വേഗത്തിൽ പോകണമെന്നില്ല. ചില യാത്രകൾ മന്ദഗതിയിലാണ്, പക്ഷേ അവ ആഴമുള്ളതായിരിക്കും. നിങ്ങൾ വേഗത്തിൽ എത്തിയാലും ഉള്ളിൽ ശൂന്യത ഉണ്ടാകാം. എന്നാൽ നിങ്ങൾ എൻ്റെ കൂടെ മന്ദഗതിയിൽ നടക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉറച്ച സമാധാനം ഉണ്ടാകും. അതാണ് ഞാൻ നിങ്ങൾക്കായി ആഗ്രഹിക്കുന്നത്. ഈ ഉപവാസത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അസൂയയും നിരാശയും നിങ്ങൾ ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ നേട്ടങ്ങൾ നിങ്ങൾക്ക് വേദനയായി മാറുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മുമ്പിൽ തുറന്നു പറയൂ. അതിൽ ലജ്ജിക്കേണ്ട. ഞാൻ നിങ്ങളുടെ ഹൃദയം ശുദ്ധമാക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിൽ സന്തോഷിക്കാൻ പഠിക്കുമ്പോൾ നിങ്ങളുടെ അനുഗ്രഹത്തിനുള്ള വാതിലുകളും തുറക്കപ്പെടും. മക്കളെ, നിങ്ങൾ കാത്തിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ ആത്മാഭിമാനം തകർന്നു പോകാൻ അനുവദിക്കരുത്. നിങ്ങൾക്ക് ജോലി ഇല്ലാത്തത് നിങ്ങളുടെ മൂല്യം കുറയ്ക്കുന്നില്ല. നിങ്ങൾ എൻ്റെ സൃഷ്ടിയാണ്. നിങ്ങൾ ജീവൻ ശ്വസിക്കുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അത് ഒരു സ്ഥാനപ്പേരിലോ അംഗീകാരത്തിലോ ഒതുങ്ങുന്നില്ല. അത് എന്നിൽ നിന്നാണ് ഒഴുകുന്നത്. ഈ ഉപവാസകാലത്ത് നിങ്ങൾ നിങ്ങളുടെ ദിനങ്ങൾ പ്രാർത്ഥനയിലും നിശബ്ദതയിലും ചെലവഴിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം പതിയെ ഉണ്ടാകുന്നത് നിങ്ങൾ തിരിച്ചറിയും. മുമ്പ് നിങ്ങളെ അലട്ടിയ ചില ചിന്തകൾക്ക് ഇനി അത്ര ശക്തിയില്ലെന്ന് നിങ്ങൾക്ക് തോന്നും. മുമ്പ് നിങ്ങളെ തകർത്ത ചില വാക്കുകൾക്ക് ഇനി അത്ര വേദനയില്ലെന്ന് നിങ്ങൾ അനുഭവിക്കും. അത് എൻ്റെ പ്രവർത്തനമാണ്. ഞാൻ നിങ്ങളെ ഉള്ളിൽ നിന്ന് ശക്തമാക്കുകയാണ്. മക്കളെ, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം, എനിക്ക് ആരെയും ആശ്രയിക്കാൻ ഇല്ല. അത്തരം നിമിഷങ്ങളിൽ നിങ്ങൾ എന്നെ ഓർക്കണം. ഞാൻ നിങ്ങളെ കൈവിട്ടിട്ടില്ല. നിങ്ങൾ എൻ്റെ സാന്നിധ്യം അനുഭവിക്കാത്ത ദിവസങ്ങളിലും ഞാൻ അവിടെ തന്നെയുണ്ട്. ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ ഉറക്കുമ്പോൾ കുഞ്ഞിന് അത് അറിയണമെന്നില്ല, എന്നാൽ അമ്മ അവിടെ തന്നെയുണ്ടാകും. അതുപോലെ ഞാൻ നിങ്ങളെ കാവൽ കാക്കുന്നു. ഈ ഉപവാസം എടുക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകളിൽ ശ്രദ്ധിക്കണം. നിങ്ങൾ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ആത്മാവിനെ രൂപപ്പെടുത്തുന്നു. എനിക്ക് ഒന്നും നടക്കില്ല എന്ന വാക്കുകൾ നിങ്ങൾ ആവർത്തിച്ചാൽ നിങ്ങളുടെ ഹൃദയം അതിൽ വിശ്വസിക്കാൻ തുടങ്ങും. അതിനു പകരം എൻ്റെ വഴി ഞാൻ കാണാത്തെങ്കിലും എൻ്റെ അച്ഛൻ അറിയുന്നു എന്ന് നിങ്ങൾ പറയൂ. ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ പ്രതീക്ഷയുടെ തീ കത്തിക്കും. മക്കളെ, നിങ്ങൾ ഒരു ദിവസം ജോലി ലഭിക്കുമ്പോൾ നിങ്ങൾ ഇന്നത്തെ ഈ കാത്തിരിപ്പ് മറക്കില്ല. നിങ്ങൾ മറ്റൊരാളെ കാണുമ്പോൾ അവൻ കാത്തിരിക്കുന്ന വേദന നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ അവനെ അവഗണിക്കില്ല. നിങ്ങൾ അവനെ ആശ്വസിപ്പിക്കും. നിങ്ങളുടെ ഇന്നത്തെ വേദന നാളെയുടെ കരുണയായി മാറും. അതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഈ ഉപവാസകാലത്ത് നിങ്ങൾ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം. ഒരു ശാന്ത നിമിഷം, ഒരു സ്നേഹവാക്ക്, ഒരു നന്ദിയുള്ള ചിന്ത, ഇവയെ അവഗണിക്കരുത്. ഇവയാണ് നിങ്ങളുടെ ആത്മാവിനെ ജീവനോടെ നിലനിർത്തുന്നത്. നിങ്ങൾ എല്ലാം വലിയ മാറ്റങ്ങൾ മാത്രം കാത്തിരിക്കുമ്പോൾ ഇപ്പോഴുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾ കാണാതെ പോകും. മക്കളെ, നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം, ഞാൻ ഒറ്റയ്ക്കാണ് പോരാടുന്നത്. എന്നാൽ സത്യം ഇതാണ്, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾക്ക് മുന്നിൽ ഞാൻ നടക്കുന്നു. നിങ്ങൾക്കു പിന്നിൽ ഞാൻ താങ്ങുന്നു. നിങ്ങൾ വീഴാതിരിക്കാൻ ഞാൻ നിങ്ങളെ ചുറ്റിപ്പിടിക്കുന്നു. നിങ്ങൾ തളർന്നാൽ ഞാൻ നിങ്ങളെ വഹിക്കും. ഈ സത്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഉറച്ചു നിൽക്കട്ടെ. ഈ ഉപവാസം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ടായിരിക്കണമെന്നില്ല, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ടായിരിക്കും. എനിക്ക് വഴി ഉണ്ടാകും എന്ന ഉറപ്പ്. എൻ്റെ അച്ഛൻ എന്നെ ഉപേക്ഷിക്കില്ല എന്ന ഉറപ്പ്. ഈ ഉറപ്പ് നിങ്ങൾക്ക് മുന്നോട്ട് നടക്കാൻ മതിയാകും. ബാക്കി എല്ലാം ഞാൻ സമയത്ത് കൂട്ടിച്ചേർക്കും. മക്കളെ, നിങ്ങൾ ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ ഉപവാസം എടുക്കുക. എന്നാൽ അതിനേക്കാൾ പ്രധാനമായി പ്രതീക്ഷ കൈവിടരുത്. പ്രതീക്ഷ നഷ്ടപ്പെടുന്ന നിമിഷത്തിലാണ് ആത്മാവ് തളരുന്നത്. നിങ്ങൾ പ്രതീക്ഷയോടെ എന്നിൽ കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ കാത്തിരിപ്പ് വെറുതെയാവില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളോട് അവസാനമായി സ്നേഹത്തോടെ പറയുന്നു, നിങ്ങൾ ക്ഷീണിച്ചാലും നിങ്ങൾ പരാജിതരല്ല. നിങ്ങൾ കാത്തിരുന്നാലും നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരല്ല. നിങ്ങളുടെ കണ്ണീരിന് ഞാൻ വില കൊടുക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞാൻ ശേഖരിക്കുന്നു. ശരിയായ സമയത്ത് ശരിയായ വഴിയിൽ നിങ്ങൾക്ക് ഞാൻ തുറന്ന വാതിൽ കാണിച്ചു തരും. അതുവരെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ വിശ്വാസത്തോടെ നടക്കൂ. ഇന്ന് ഒരു ചുവട്, നാളെ മറ്റൊരു ചുവട്.
വേഗമാകണമെന്നില്ല, പക്ഷേ നിങ്ങൾ എൻ്റെ കൈ പിടിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങളുടെ കഥ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും മനോഹരമായ ഭാഗങ്ങൾ ഇനി വരാനുണ്ട്. ഞാൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഇപ്പോഴും, നാളെയും, എന്നും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നിങ്ങളെ ഇപ്പോഴും സ്നേഹത്തോടെ നോക്കി നിൽക്കുകയാണ്. നിങ്ങൾ ഈ വാക്കുകൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ കാത്തിരിപ്പിന്റെ ഭാരവും പ്രതീക്ഷയുടെ ചെറുവിളക്കുമൊത്ത് കത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് അറിയാം. ചില ദിവസങ്ങളിൽ ആ വിളക്ക് ശക്തമായി തെളിയും, ചില ദിവസങ്ങളിൽ അത് അണയാൻ പോകുന്നുവെന്ന പോലെ നിങ്ങൾക്ക് തോന്നും. എന്നാൽ മക്കളെ, ആ വിളക്ക് ഞാൻ തന്നെയാണ് കൊളുത്തിയത്. അത് പൂർണ്ണമായി അണയാൻ ഞാൻ അനുവദിക്കില്ല. നിങ്ങൾ ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ ഉപവാസം എടുക്കുമ്പോൾ ഒരു ആഴമുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വെറുതെ ഒരു അവസരം തേടുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത അധ്യായം തേടുകയാണ്. ആ അധ്യായം വെറും പരിശ്രമത്തിന്റെ ഫലമല്ല, അത് എന്റെ അനുഗ്രഹത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാത്തിരിപ്പിലൂടെ കടത്തുന്നത്. നിങ്ങൾ തയ്യാറാകുമ്പോൾ ഞാൻ നിങ്ങളെ അവിടേക്ക് നയിക്കും. മക്കളെ, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം, എനിക്ക് കഴിവുണ്ട്, എനിക്ക് മനസ്സുണ്ട്, എങ്കിലും എന്തുകൊണ്ട് വഴികൾ തുറക്കുന്നില്ല. അത്തരം നിമിഷങ്ങളിൽ ഓർക്കൂ, വാതിൽ തുറക്കുന്നതിനു മുമ്പ് അതിനു മുന്നിൽ നിൽക്കാനുള്ള ധൈര്യവും സഹനവും വേണം. നിങ്ങൾ ആ ധൈര്യവും സഹനവും ഇപ്പോൾ പഠിക്കുകയാണ്. നിങ്ങൾക്ക് അത് പിന്നീട് മനസ്സിലാകും. ഈ ഉപവാസകാലത്ത് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനോട് ഒരു ചോദ്യം ചോദിക്കൂ. ഞാൻ എന്തിനാണ് കാത്തിരിക്കുന്നത്? ഉത്തരം വെറും ഒരു അവസരമല്ലായിരിക്കാം. അത് ആത്മാഭിമാനം ആയിരിക്കാം, സ്ഥിരതയായിരിക്കാം, അല്ലെങ്കിൽ എന്റെ ഇഷ്ടത്തിന് അനുസരിച്ചുള്ള വഴിയായിരിക്കാം. നിങ്ങൾ എന്റെ ഇഷ്ടം അന്വേഷിക്കുമ്പോൾ ഞാൻ നിങ്ങളെ തെറ്റായ വഴികളിൽ നിന്ന് രക്ഷിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല, നിങ്ങൾക്ക് ആവശ്യമായതായിരിക്കും ഞാൻ നൽകുക. മക്കളെ, നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് ഇന്നത്തെ സമാധാനം നഷ്ടപ്പെടുത്തുന്നു. നാളെ എന്താകും, നാളെയിൽ എങ്ങനെ നിലകൊള്ളും എന്ന ചിന്തകൾ നിങ്ങളുടെ ഉറക്കം കെടുത്തിയേക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നാളെയെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട, നാളെയുടെ ദിവസവും എന്റെ കയ്യിലാണ്. നിങ്ങൾ ഇന്നത്തെ ദിവസം എന്നിൽ ഏൽപ്പിക്കൂ. ഇന്നത്തെ വിശ്വസ്തത നാളെയുടെ വാതിലുകൾ തുറക്കും. ഈ ഉപവാസം എടുക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലെ കലഹം ശാന്തമാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ചില ചിന്തകൾ നിങ്ങളെ ആക്രമിക്കുന്നുണ്ടാകും. ഞാൻ പരാജിതനാണോ? എന്നെ ആരും കാണുന്നില്ലേ എന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉയരാം. മക്കളെ, ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ വേദനയുടെ ശബ്ദമാണ്. എന്റെ ശബ്ദം അങ്ങനെയല്ല, എന്റെ ശബ്ദം ശാന്തമാണ്, ഉറപ്പുള്ളതാണ്. നീ എന്റെ മകനാണ്, നീ എന്റെ മകളാണ് എന്നതാണ് എന്റെ ശബ്ദം. മക്കളെ, നിങ്ങൾക്ക് ചിലപ്പോൾ ലജ്ജ തോന്നാം. നിങ്ങളുടെ അവസ്ഥ മറ്റുള്ളവർ അറിയുമ്പോൾ നിങ്ങൾ താഴെയിറക്കപ്പെടുന്നുവെന്ന് തോന്നാം. എന്നാൽ ഓർക്കൂ, ലജ്ജ നിങ്ങളെ നിർവചിക്കുന്നില്ല. നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ അവസ്ഥയിൽ നിന്നല്ല, എന്റെ സ്നേഹത്തിൽ നിന്നാണ്. നിങ്ങൾ തലകുനിഞ്ഞ് നടക്കുന്നവരല്ല, നിങ്ങൾ എന്റെ മക്കളാണ്. ഈ തിരിച്ചറിവ് നിങ്ങളുടെ നട്ടെല്ല് നേരെയാക്കട്ടെ. ഈ ഉപവാസകാലത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ശബ്ദങ്ങൾ കേൾക്കാൻ പഠിക്കണം. ഒരു ശാന്ത നിമിഷം, ഒരു സ്നേഹപൂർവമായ വാക്ക്, ഒരു ആശ്വാസകരമായ ഓർമ്മ, ഇവ എല്ലാം എന്റെ സാന്നിധ്യത്തിന്റെ അടയാളങ്ങളാണ്. നിങ്ങൾ വലിയ അത്ഭുതങ്ങൾ മാത്രം കാത്തിരിക്കുമ്പോൾ ഈ ചെറിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ കാണാതെ പോകും. അവയെ ശ്രദ്ധിക്കൂ. അവയാണ് നിങ്ങളെ തളരാതെ നിർത്തുന്നത്. മക്കളെ, നിങ്ങൾ ഒരിടത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ പിന്നോട്ട് പോകുന്നില്ല. കാത്തിരിപ്പ് പിന്നോട്ടു പോകലല്ല, അത് ഒരുങ്ങലാണ്. നിങ്ങൾ ഇന്ന് പഠിക്കുന്ന പാഠങ്ങൾ നാളെ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ സഹായിക്കും. നിങ്ങൾ ഇന്ന് സഹിക്കുന്ന നിശബ്ദത നാളെ നിങ്ങളുടെ വാക്കുകൾക്ക് ഭാരം നൽകും. അതുകൊണ്ട് ഈ കാലത്തെ ചെറുതാക്കി കാണരുത്. ഈ ഉപവാസം എടുക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഉറച്ച തീരുമാനം ഉണ്ടാകട്ടെ. എന്റെ പ്രതീക്ഷ ഞാൻ ഉപേക്ഷിക്കില്ല. ചില ദിവസങ്ങളിൽ നിങ്ങൾ ക്ഷീണിക്കും. ചില ദിവസങ്ങളിൽ നിങ്ങൾ കരയും. എന്നാൽ നിങ്ങൾ കൈവിടരുത്. നിങ്ങൾ കൈവിടുന്ന നിമിഷത്തിലാണ് ആത്മാവ് തളരുന്നത്. നിങ്ങൾ എന്നിൽ പിടിച്ചു നിൽക്കുന്നിടത്തോളം നിങ്ങൾ വീഴില്ല. മക്കളെ, നിങ്ങൾക്ക് ജോലി ലഭിക്കുമ്പോൾ അത് വെറും നിങ്ങളുടെ ആവശ്യം നിറവേറ്റുന്ന ഒന്നായി മാത്രം കാണരുത്. അത് ഒരു ഉത്തരവാദിത്വമായിരിക്കും. നിങ്ങൾക്ക് നൽകപ്പെട്ടത് നിങ്ങൾ മറ്റുള്ളവർക്കായി ഉപയോഗിക്കേണ്ടതായിരിക്കും. അതിനാലാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ വിനയത്തിലൂടെ കടത്തുന്നത്. വിനയമുള്ള ഹൃദയം വലിയ ഭാരങ്ങൾ വഹിക്കാൻ കഴിയും. ഈ ഉപവാസകാലത്ത് നിങ്ങൾ നിങ്ങളുടെ വാക്കുകളെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ നാവ് നിങ്ങളുടെ ആത്മാവിന്റെ ദിശ നിശ്ചയിക്കുന്നു. നിരാശയുടെ വാക്കുകൾ നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വരുമ്പോൾ നിങ്ങളുടെ ഹൃദയം അതിൽ കുടുങ്ങും. അതിനു പകരം നിങ്ങൾ മൃദുവായി പറയൂ, എനിക്ക് വഴി കാണാത്തെങ്കിലും എന്റെ അച്ഛൻ എന്നെ കാണുന്നു. ഈ വാക്കുകൾ നിങ്ങളെ ഉള്ളിൽ നിന്ന് ശക്തരാക്കും. മക്കളെ, നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം,
എല്ലാവരും മുന്നോട്ട് പോയി, ഞാൻ മാത്രം ഇവിടെ. എന്നാൽ സത്യം ഇതാണ്, എല്ലാവരും ഒരേ വഴിയിലല്ല. ചിലർ നേരത്തെ എത്തും, ചിലർ വൈകും. വൈകുന്നത് പരാജയമല്ല. ചില യാത്രകൾ വൈകിയാണ് ആരംഭിക്കുന്നത്, പക്ഷേ അവ വളരെ ദൂരം പോകും. നിങ്ങളുടെ യാത്രയും അങ്ങനെ തന്നെയായിരിക്കും. ഈ ഉപവാസം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഉടനെ ലഭിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ മാറിയതായി നിങ്ങൾ തിരിച്ചറിയും. നിങ്ങൾ കൂടുതൽ ശാന്തരായിരിക്കും. നിങ്ങൾ കൂടുതൽ ഉറപ്പുള്ളവരായിരിക്കും. നിങ്ങൾക്ക് അറിയാം, എനിക്ക് വഴി ഉണ്ടാകും. ഈ അറിവ് നിങ്ങളെ മുന്നോട്ട് നടക്കാൻ സഹായിക്കും. ബാക്കി എല്ലാം ഞാൻ സമയത്ത് ചേർക്കും. മക്കളെ, നിങ്ങൾ ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ ഉപവാസം എടുക്കുക. എന്നാൽ അതിനൊപ്പം വിശ്വാസവും സഹനവും കൈകോർക്കട്ടെ. നിങ്ങൾ എന്റെ സമയത്തെ വിശ്വസിക്കുമ്പോൾ ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. നിങ്ങൾ ഇന്ന് കാണുന്ന ശൂന്യത നാളെയുടെ നിറവിന് വഴിയൊരുക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളെ വീണ്ടും അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിലെ ഭയം ശാന്തമാകട്ടെ. നിങ്ങളുടെ ചിന്തകൾക്ക് വെളിച്ചം ലഭിക്കട്ടെ. നിങ്ങളുടെ കാത്തിരിപ്പിന് അർത്ഥം വെളിപ്പെടട്ടെ. നിങ്ങൾ തേടുന്ന വഴി തുറക്കപ്പെടും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലുമധികം നല്ല രീതിയിൽ. അതുവരെ എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ പിടിച്ചു നിൽക്കൂ. നിങ്ങൾ കരയുമ്പോൾ പോലും ഞാൻ നിങ്ങളുടെ സമീപത്തുണ്ട്. നിങ്ങൾ മിണ്ടാതിരുന്നാലും ഞാൻ നിങ്ങളുടെ ഹൃദയം കേൾക്കുന്നു. നിങ്ങൾ തളർന്നാൽ ഞാൻ നിങ്ങളെ വഹിക്കും. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ കൈവിടില്ല, ഇന്ന് നാളെ എന്നും.